തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന സെറിബ്രൽ പാൾസി രോഗബാധിതനായ കുട്ടിയുടെ 3 പവനോളം വരുന്ന മാല മോഷ്ടിച്ചത് ആശുപത്രിയിലെ നഴ്സിംഗ് അസിസ്റ്റന്റ്. നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആശുപത്രി മാനേജ്മെന്റ് ജോലിയിൽ നിന്ന് പുറത്താക്കി. പ്രതിയോട് ക്ഷമിച്ചുവെന്നും കേസിലില്ലെന്നും കുട്ടിയുടെ കുടുംബം പറഞ്ഞു. കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് മോന് ശ്വാസം മുട്ട് അധികമായിട്ട് നമ്മൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത്. CT സ്കാൻ ചെയ്യാനായിട്ട് പോയ സമയത്ത് മോൻ്റെ കഴുത്തിൽ കിടന്ന ഒരു 2.5 പവൻ തൂക്കം വരുന്ന മാലയും ഒരു 3 ലോക്കറ്റും നമ്മൾ ഊരി ബാഗിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വാതിൽ കൂട്ടാനായിട്ട് നഴ്സുമാരെ അടുത്ത് നമ്മൾ താക്കോല് ചോദിച്ചെങ്കിലും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ മോന് ഇടിച്ചു കൊടുക്കാനായിട്ട് മാല നോക്കിയപ്പോൾ മാല നഷ്ടമായി നമ്മൾ അറിഞ്ഞു. അപ്പോൾ തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെ ഡയറക്ടർക്കും അതുപോലെ തന്നെ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലും പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളുടെയൊക്കെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഒരു ANM സ്റ്റാഫ് നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നൊരു ലേഡി ആയിരുന്നു ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. പി ശ്രീകുമാറിനുണ്ട് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. ശ്രീജിത്ത്, ഈ മോഷണത്തിലെ പ്രതിയെ കണ്ടെത്തി അവരെ ഉടൻ തന്നെ അവർക്കെതിരെ നടപടിയും ഉണ്ടായി. പക്ഷെ അവരോട് ക്ഷമിച്ചു എന്നാണ് കുടുംബം പറയുന്നത്. എന്താണ് വിവരം? GK, തീർച്ചയായും അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല. അതിൽ ഈ ചെയ്ത തെറ്റ് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല എന്ന് കുഞ്ഞിന്റെ അമ്മ സ്വാതി വ്യക്തമാക്കുന്നുണ്ട്. 13 വയസ്സുകാരനാണ് ഈ സെറിബ്രൽ പാൾസി രോഗബാധിതനായ കണ്ണൻ എന്ന വിളിപ്പേരുള്ള കുട്ടി. എന്തായാലും ഈ കുട്ടിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. MRI സ്കാനിന് കൊണ്ടുപോകുന്ന സമയത്താണ് മുറിയിൽ നിന്ന് ഇത്തരത്തിൽ പേഴ്സിൽ വെച്ചിരുന്ന മാലയും ലോക്കറ്റും മോഷ്ടിക്കുന്നത്. ഈ പ്രതി ആദ്യഘട്ടത്തിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പോലീസ് തുടർ ചോദ്യം ചെയ്യലുകൾ നടത്തിയപ്പോഴാണ് ഒടുവിൽ തന്റെ വീട്ടിൽ മാലയുണ്ട്, താൻ എടുത്തുപോയതാണ് എന്ന് കുറ്റം സമ്മതം നടത്തിയത്. ഏറ്റവും ഒടുവിൽ ഈ 12 വയസ്സുകാരന്റെ അതേ പ്രായത്തിൽ തന്നെയുള്ള ഒരു മകൾ ഈ പ്രതിക്ക് ഉണ്ട്. അതുകൊണ്ട് ആ കുട്ടി കരഞ്ഞു കാര്യം പറഞ്ഞു, എങ്ങനെയെങ്കിലും തന്റെ അമ്മയെ രക്ഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തങ്ങൾ നൽകുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും മജിസ്ട്രേറ്റിന് മുൻപിലും ഈ കുട്ടിയുടെ അമ്മ സ്വാതി ഇക്കാര്യം തന്നെ ആവർത്തിച്ചു. അങ്ങനെ ഈ യുവതിയെ വിട്ടയച്ചിട്ടുണ്ട്. എന്തായാലും ഒരു താക്കീത് പോലീസ് നൽകിയിട്ടുണ്ട്, ഇനി മേലെ ആവർത്തിക്കരുതെന്ന്. ജൂബിലി മിഷൻ ആശുപത്രി അധികൃതർ ഈ നഴ്സിംഗ് അസിസ്റ്റന്റിനെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. നീചമായ നടപടിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അവരുടെ മനസ്സ്, അതായത് സ്വാതി എന്ന ആ അമ്മയുടെ മനസ്സും ആ കുടുംബത്തിന്റെ മനസ്സും കൊണ്ട് മാത്രമാണ് അവർക്ക് നിയമ നടപടികൾ നേരിടാതെ പുറത്തിറങ്ങാൻ കഴിഞ്ഞത്. GK. ശരി, ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.